ഹർഷീനയ്ക്ക് സർക്കാരിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല. ചികിത്സാ സഹായം പ്രതിപക്ഷമാണ് നോക്കുന്നതെന്ന് വി.ഡി. സതീശൻ. പാലക്കാട് ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. അതിനു പകരം കൈ പോലും നൽകാൻ മനസാക്ഷിയില്ലാത്ത സർക്കാരാണ് ഭരിക്കുന്നത്. സർക്കാർ ആശുപത്രികളിൽ നിന്ന് അനാസ്ഥ ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് ചെന്നാൽ താലൂക്ക് ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രികളിലേക്കും ആണ് റഫർ ചെയ്യുന്നത്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല. ഒരു നാടിന്റെ നട്ടെല്ല് തകർത്ത് തരിപ്പണമാക്കിയാണ് സർക്കാർ ഇറങ്ങുന്നത്. കേരളത്തിന്റെ ഇരുണ്ട യുഗമാണ് കഴിഞ്ഞു പോയതെന്നും അദ്ദേഹം വിമർശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ ജയിലിൽ ഇട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. എന്താണ് പങ്കാളിത്തം എന്ന് വ്യക്തമാക്കണം. തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്താണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് SIT പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. CPIM-ൽ നിന്ന് കോൺഗ്രസിൽ വരുന്നവർക്ക് സ്ഥാനമാനം കൊടുക്കുന്നതിലും വി.ഡി. സതീശൻ പ്രതികരിച്ചു. കോൺഗ്രസിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നവർക്കും സ്ഥാനമാനങ്ങൾ നൽകാറുണ്ടല്ലോ എന്നായിരുന്നു മറുപടി. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്. ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം